കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ പൽക്കാലം കൂടി സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് ഹല്ലേലൂയ നൽകിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം സത്യങ്ങളെ പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനാധാരമായിട്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വായിച്ച വേദവാക്യം ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി 20:29. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും അറിയുന്നു. തങ്ങളുടെ പിന്നാലെ എന്ത് ചെയ്തു? വലിച്ചിഴച്ച് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന എഴുന്നേൽക്കും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആരെ എഴുന്നേൽപ്പിക്കും? വിപരീത ഉപദേശം ഹല്ലേലൂയ പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കുമെന്ന് പൗലോസ് എന്ന പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ AD 300 മുതൽ ഉണ്ടായിരിക്കുന്ന ഉപദേശത്തെ ഹല്ലേലൂയ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ദുരുപദേശം ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ബ്രദറൻ എന്നൊരു ഉപദേശത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച കൊണ്ട് ഏകദേശം അവരുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതിനാധാരമായിട്ട് ഹല്ലേലൂയ അവർ പറയുന്നതായ വചനം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13:8-9 വാക്യങ്ങൾ വായിച്ചാൽ സ്നേഹം ഒരു നാളും മുതിർന്നു പോവുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. ഭാഷാപരമോ അത് നിന്നുപോകും. ജ്ഞാനമോ നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു. അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഹല്ലേലൂയ സ്തോത്രം. ബ്രദറൻകാരുടെ ഒരു പ്രധാനപ്പെട്ട ഹല്ലേലൂയ സ്തോത്ര വചനമാണ്. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന പൂർണ്ണമായത്? എന്താണ് ഹല്ലേലൂയ സ്തോത്രം അംശമായതെന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കാം. ഉദ്ദേശം AD 98 ഹല്ലേലൂയ സ്തോത്രം ബൈബിൾ പൂർണ്ണമായി ഹല്ലേലൂയ സ്തോത്രം ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ബൈബിൾ പൂർണ്ണമായി എഴുതുന്നു വിശ്വസിക്കുന്നത് AD 98 ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്ന് അംശമായത് AD 98 ഹല്ലേലൂയ സ്തോത്രം നീങ്ങിപ്പോയെന്ന് വിശ്വസിക്കുന്നു. അതായത് AD 98 ബൈബിൾ കിട്ടിയത് കൊണ്ട് അംശമായതൊക്കെ എന്ത് ചെയ്തു? നീങ്ങിപ്പോയെന്നാണ് ഹല്ലേലൂയ സ്തോത്രം ഇവർ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ AD 239 എന്ത് ബൈബിള് പുസ്തകമായിട്ട് എന്ത് ചെയ്തത്? ലഭിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അധ്യായമായും വാക്യമായും തിരിച്ചത് AD 1236 കാർഡിനൽ കെറോയി സ്റ്റീവൻ ലാണ്ടൻ ആണ് അധ്യായമായും വാക്യമായിട്ട് എന്ത് ചെയ്തത്? ഇത് തിരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. AD 1551 ഇന്നത്തെ രീതിയിലുള്ള അധ്യായവും വാക്യവും ആക്കിയത് റോബർട്ട് സ്റ്റീവൻ കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഇവർ അംശമായി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? പുസ്തകങ്ങൾ പലതായിട്ട് ഹല്ലേലൂയ ഇരിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്? അംശമായെന്ന് ഇവർ വിശ്വസിക്കുന്നത്. പൂർണ്ണമായി വന്നപ്പോൾ അംശമായി നീങ്ങിപ്പോയി. ഉദാഹരണത്തിന് എന്തൊക്കെയാണ് നീങ്ങിപ്പോയത്? പ്രവചനം, വെളിപ്പാട്, അന്യഭാഷ ഹല്ലേലൂയ സ്തോത്രം ഇതൊക്കെ എന്ത് ചെയ്തു? നീങ്ങിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ നീങ്ങിപ്പോയെന്നാണ് ഹല്ലേലൂയ സ്തോത്രം ഇവർ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. മലയാളത്തിൽ പൂർണ്ണ ബൈബിൾ വന്നത് എന്നാണെന്നറിയാം? AD 1911 ഹല്ലേലൂയ സ്തോത്രം മലയാളത്തിൽ എന്ത് ചെയ്തത്? ബൈബിൾ വന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം മലയാളികൾക്ക് പൂർണ്ണത വന്നത് 1911 ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. പത്രോസ് ഹല്ലേലൂയ സ്തോത്രം അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ദൂരസ്ഥർ എന്ന് പറഞ്ഞാൽ എന്താ? വരുവാനുള്ള തലമുറയ്ക്ക് ഹല്ലേലൂയ. ഇവർ നീങ്ങിപ്പോയെന്ന് പറയുന്ന കാര്യം ആർക്കൊക്കെ ഉള്ളതാണ്? നിങ്ങൾക്കും മക്കൾക്കും വരുവാനുള്ള ദൂരസ്ഥർക്കുമാണ്. ഹല്ലേലൂയ. താഴെ വായിച്ചാട്ടെ. പല വാക്കുകളാലെ അവൻ സാക്ഷ്യം പറഞ്ഞ് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുവൻ എന്ന് പറഞ്ഞു.
അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് എന്ത് ചെയ്തു? 3000-ഓളം പേര് എന്ത് ചെയ്തു? പത്രോസിനോട് കൂടെ ചേർന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:5 പൗലോസ് പറയുന്നത്, ഞാൻ ശരീരം കൊണ്ട് വായിച്ചട്ടെ. ഞാൻ ശരീരം കൊണ്ട് എങ്ങനെയാന്ന് പറഞ്ഞേ? ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ദൂരസ്ഥൻ ഹല്ലേലൂയ സ്തോത്രം. ശരീരം കൊണ്ട് അവൻ ദൂരെ ആയിരിക്കുന്നെങ്കിൽ ആത്മാവ് കൊണ്ട് ആരോട് കൂടെ ഇരിക്കാം? കൊലോസ്യ സഭയിലോട് കൂടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിലാണ് ആര് പറയുന്നത്? പത്രോസ് പറയുന്നത് വരുവാനുള്ള ദൂരസ്ഥർ എന്ന് പറയുന്നത് ആരാ? ഹല്ലേലൂയ. വരും തലമുറകൾക്ക് വേണ്ടിയാണ് എന്ത് വെച്ചിരിക്കുന്നത്? ഇവർ നീങ്ങിപ്പോയെന്ന് പറഞ്ഞ പ്രവചനം, പിന്നെ വെളിപ്പാട്, ഇതെല്ലാം എന്ത് ചെയ്തു? പൂർണ്ണ ബൈബിൾ കിട്ടിയപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്തു? നീങ്ങിപ്പോയെന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ആര് പറഞ്ഞത്? പത്രോസ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എന്ത് ചെയ്യണം? ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നാനപ്പെടാൻ എങ്ങനെയാ പറഞ്ഞത്? അപ്പൊ 3000 പേര് അന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ അവനിൽ എന്താത്മാവാണ് ഉണ്ടായിരുന്നത്? പരിശുദ്ധാത്മാവാണുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അതിന്റെ 43 പറയുകയാണ്, എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. എന്തൊക്കെ നടന്നു? ഈ പരിശുദ്ധാത്മാവിൽ എന്തൊക്കെ നടന്നു? അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഹല്ലേലൂയ സ്തോത്രം. ആർക്ക് വേണ്ടിയാ ഉള്ളതാ? നിങ്ങൾക്കും മക്കൾക്കും. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ആർക്ക് വേണ്ടിയുള്ളതാ? നിങ്ങൾക്കും മക്കൾക്കും ഇനി വരുവാനുള്ള തലമുറകൾക്കും. ഹല്ലേലൂയ. ഈ എന്തുണ്ട്? പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ബൈബിൾ പൂർണ്ണമായിട്ട് എഴുതി കിട്ടിയത് കൊണ്ട് അംശമായത് നീങ്ങിപ്പോയതെന്നാണ് അവർ പറയുന്നത്. അംശമായിട്ടാണല്ലോ ബൈബിൾ ഇരുന്നത്. ഓരോരുത്തരും എഴുതി. യെശയ്യാവ് എഴുതി അല്ലേ? ദാവീദ് എഴുതി. അങ്ങനെ ഓരോരുത്തരും എഴുതിയതൊക്കെ പല സ്ഥലങ്ങളിലായിരുന്നു അല്ലേ? വിവിധ ഭൂഖണ്ഡങ്ങളിൽ 40-ലധികം എഴുത്തുകാരാണ് എന്ത് ചെയ്തു? എഴുതിയ ബൈബിളാണ്. അല്ലെങ്കിൽ അത് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നതെല്ലാം കൂട്ടിച്ചേർത്ത് കിട്ടിയപ്പോൾ അംശമായതൊക്കെ എന്ത് ചെയ്തു? നീങ്ങിപ്പോയി പൂർണ്ണമായത് എന്ത് ചെയ്തു? ലഭിച്ചെന്നാണ് പറയുന്നത്. യൂദായുടെ ലേഖനം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ പരിഹാസികൾ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവരെങ്ങനെയുള്ളവരാ? ഈ ഉപദേശമൊക്കെ മാറിപ്പോയെന്നൊക്കെ പറയുന്നവരെ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ. അവരെന്തില്ലാത്തവരാ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് പത്രോസ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇവരെന്തില്ലാത്തവരാ? ആത്മാവില്ലാത്തവരാ. അല്ലെങ്കിൽ സ്നേഹം മാത്രം മതി എന്നുള്ള. സ്നേഹം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. അല്ലെങ്കിൽ സ്തോത്രം. ഈ ലോകത്തിന്റെ സ്നേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ സ്തോത്രം. അവർക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സമ്പത്ത് മതി. കർത്താവിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്തോത്രം കർത്താവിന്റെ വരവിനെ കുറിച്ചോ കർത്താവ് തരുന്ന നന്മകളെ കുറിച്ച് ഇതെല്ലാം സാത്താൻ കൊടുക്കുന്നത്. കാരണം ആത്മാവില്ലാത്തവർ ആരില്ലാത്തവരാണ്. സാത്താൻ യേശുവിനോട് എന്താ പറഞ്ഞേ? നീ എന്നെ നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തരാം. ഇതെല്ലാം കൊടുക്കുന്നുണ്ട് സാത്താൻ. അല്ലെങ്കിൽ കാരണം അവരെ എന്തില്ലാത്തവരാ? ആത്മാവില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്തവർ. ദൈവമില്ലാത്തവർക്ക് എല്ലാം കിട്ടും. അല്ലെങ്കിൽ സ്തോത്രം. അന്ത്യകാലത്ത് ആത്മാവില്ലാത്തവർ വായിക്കും. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ എന്ത് വിശ്വാസമാണ്? അതിവിശുദ്ധ വിശ്വാസം. അല്ലെങ്കിൽ സ്തോത്രം. അതിവിശുദ്ധ വിശ്വാസം ആ യൂദായുടെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, അതുപോലെ തന്നെ യൂദ, അതുപോലെ തന്നെ യാക്കോബ്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം, പിന്നെ അല്ലെങ്കിൽ തെസലോനിക്കർക്ക്, തിമോത്തിയോസിന്, റോമർക്ക്, അല്ലെങ്കിൽ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി, ഇതിലെല്ലാത്തിലും അല്ലെങ്കിൽ 1 മുതൽ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ ആരെക്കുറിച്ചാണ് അവരുടെ വിശ്വാസം? അതിവിശുദ്ധ വിശ്വാസം. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള വിശ്വാസം. അല്ലെങ്കിൽ ആ വിശ്വാസം ആർക്കില്ല? കഴിഞ്ഞ ആഴ്ച ഒരു പടം വരച്ച് കാണിച്ചല്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച. അല്ലെങ്കിൽ ആ സ്തോത്രം ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാണ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ 3-ാം അധ്യായത്തിൽ പറയാണ്, ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാര്? അല്ലെങ്കിൽ ആ സ്തോത്രം ഞാൻ വരച്ച് കാണിച്ചു. യേശു ആരാണെന്നും പിതാവ് ആരാണെന്നും അത് എങ്ങനെ ഒന്നായിട്ടിരിക്കുന്നതെന്നൊക്കെ ഞാൻ വരച്ച് കാണിച്ചു. അല്ലെങ്കിൽ ആ സ്തോത്രം. അപ്പോൾ അന്ത്യകാലത്ത് എങ്ങനെ ഉള്ളവർ എഴുന്നേക്കും? ആത്മാവില്ലാത്തവർ എഴുന്നേൽക്കുമെന്ന് യൂദ അന്നേ പ്രവചിച്ചിരിക്കുക. അല്ലെങ്കിൽ ആ സ്തോത്രം വായിക്കേ. നിങ്ങളോ പ്രിയമുള്ളവരെ, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ എന്ത് വരുത്തണം? ആത്മീയ വർധന വരുത്തണം. പിന്നെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പിന്നെ നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് എന്ത് ചെയ്യണം? കാത്തിരുന്നു കൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഈ ദുരുപദേശത്തിന്റെ ഒക്കെ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്നിട്ട് പറയാൻ വായിക്കുക. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും വെറുത്തുകൊണ്ട് ചിലർക്ക്
ഭയത്തോടെ എന്ത് ചെയ്യണം? കരുണ കാണിപ്പിൻ. അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം വീഴാതെ വണ്ണം എന്നിട്ട് യൂദാ ലേഖനം എഴുതി നിർത്തുകയാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമയുടെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തും തേജസ്സും സ്തോത്രം. ആർക്കാ അധികാരവും ബലവും ഒക്കെ ഉണ്ടാകുന്നത്? നമ്മുടെ പിതാവായ ഏകദൈവത്തിന്. എങ്ങനെയാ മഹിമയും ബലവും കൊടുക്കുന്നത്? ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രവൃത്തിയുടെ പുസ്തകം 8:14 മുതൽ 19 വായിച്ചട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അയച്ചു. പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അതുവരെ അവർ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. ഉള്ളൂ. അവർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇവിടെയാണ് പോയിന്റ്. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ ശീമോൻ കണ്ടപ്പോൾ ദ്രവ്യം കൊണ്ടുവന്ന് കൊടുത്തു. പണം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ ഇത് എങ്ങനെയാ ശീമോൻ കണ്ടത്? അപ്പോസ്തലന്മാർ കൈവെക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടാറെ അല്ലേ? കണ്ടപ്പോൾ അല്ലെങ്കിൽ സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എങ്ങനെയാ കണ്ടത് ശീമോൻ? അവരെല്ലാവരും ഇരുന്ന് ചിരിച്ചോ? അവരെന്ത് ചെയ്തു? അവരന്യഭാഷയിലും ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവരെന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഈ വാഗ്ദത്തം ആർക്കുള്ളതാ? വരുവാൻ നിങ്ങൾക്കും മക്കൾക്കും വരുവാനുള്ള തലമുറകൾക്കും വേണ്ടിയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് അംശമായത് എന്ത് ചെയ്തു? നീങ്ങിപ്പോയി. പൂർണ്ണമായത് വന്നപ്പോൾ അംശമായി നീങ്ങിപ്പോയിട്ടില്ല. അല്ലെങ്കിൽ നീങ്ങി പോകത്തുമില്ല. അല്ലെങ്കിൽ സ്തോത്രം. ഇത് എന്നുവരെ ഉണ്ട്? കർത്താവിന്റെ വരവ് വരെ. പൂർണ്ണമായത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പൂർണ്ണമായത് വരുന്നിടം വരെ ഉണ്ടാകും. അല്ലെങ്കിൽ സ്തോത്രം. തിമോഥെയോസിന്റെ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുക, ക്രിസ്തുവിന്റെ വരവ്, കർത്താവിന്റെ വരവ് വരെ നീ ഇത് എന്ത് ചെയ്യണം? പ്രമാണിച്ചു കൊള്ളണം. വായിക്കേ. ദൈവത്തിന്റെ ദാനം നീ പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് ചിന്തിക്കൊണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ദാനം എങ്ങനെ വാങ്ങിക്കാമെന്നോ ചിന്തിച്ചത്? ഇന്നെല്ലാവർക്കും പണത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഇവർക്ക്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ ദാനത്തെക്കുറിച്ച് അവർക്ക് എന്ത് ചെയ്യില്ല? ചിന്തയില്ല. അവർ എന്ത് പറയുന്നു? അതൊക്കെ നിന്നുപോയെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ദാനം എന്ത് ചെയ്തു? നിന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. പ്രവചനവരം നിന്നുപോയി, അന്യഭാഷ നിന്നുപോയി, വ്യാഖ്യാനം നിന്നുപോയി. ഇതൊക്കെ നിന്നുപോയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആത്മാവില്ലാത്തവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ ലോകത്തിന്റെ സുഖങ്ങളെല്ലാം ഹല്ലേലൂയ സ്തോത്രം കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രവൃത്തി 10:44 മുതൽ 48 വരെ. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലെ പാർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ എന്ത് ചെയ്തു? അപ്പൊ പരിശുദ്ധാത്മാവ് വരുന്നത് ആര് കണ്ടു? പത്രോസിന് കൂടെ ഉള്ളവരെല്ലാം എന്ത് ചെയ്തു? അന്യഭാഷയിൽ എന്ത് ചെയ്തു? അവര് ദൈവത്തെ സ്തുതിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തെ ആരാധിക്കുന്നത് അവര് കണ്ടു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 3:29 കൂടെ വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇല്ലെന്നാ അവര് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവരവര്. ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം നിന്നുപോയെന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ് നിന്നുപോയെന്നാ. ഇതെല്ലാം എങ്ങനെ കിട്ടുന്നത്? ഈ പ്രവചനപരം എല്ലാം ഒരേ ആത്മാവിനാലാണ്. ഒരേ ആത്മാവിനാൽ പ്രവചനം, ഒരേ ആത്മാവിനാൽ എന്ത് ചെയ്യുന്നു? അന്യഭാഷ, ഒരേ ആത്മാവിനാൽ വ്യാഖ്യാനം. ഈ ആത്മാവൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത് അല്ലേ? പ്രവചനമൊക്കെ നിന്നുപോയെന്ന് പറഞ്ഞാൽ എന്തില്ലെന്നാണ്? ദൈവം ഇല്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദൈവം നിന്നുപോയി, അല്ലെങ്കിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദാനങ്ങളൊക്കെ നിന്നുപോയി എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറഞ്ഞാൽ ഒരു നാളും എന്ത് ചെയ്യില്ല? ക്ഷമിക്കയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ ആരുടെ നേരെയാണ് ദൂഷണം എഴുതി വെച്ചിരിക്കുന്നത്? അംശമായി മാത്രം നാം അറിയുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞത് അംശമായത് അല്ലെല്ലാം എല്ലാം നീങ്ങിപ്പോയെന്നാണ് അവർ പറയുന്നത്. പ്രവചനമൊക്കെ ബൈബിൾ കിട്ടിയതോടുകൂടി എല്ലാം നിന്നുപോയി. ഇപ്പം ബൈബിൾ മാത്രം നോക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഇരുന്നാൽ മതി. മർക്കോസ് എഴുതിയ സുവിശേഷം
13-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചു. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. നിങ്ങൾ എന്ത് പറയേണ്ടതെന്ന് മുൻകൂട്ടി എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറയുവിൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ഈ പ്രവചനം, വ്യാഖ്യാനം, വെളിപ്പാട് ഇതെല്ലാം നിന്നുപോയെങ്കിൽ അവര് ഹല്ലേലൂയ, സ്തോത്രം എങ്ങനെയാ പറയുന്നത്? ഓഷ്കിന്റെ വ്യാപാര ശക്തി കൊണ്ടാണ് അവര് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ഞാൻ ഇത് ലജ്ജയ്ക്കായി നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 4:1 മുതൽ വായിച്ചു. ഞാൻ ദൈവത്തെയും അവന്റെ പ്രത്യക്ഷതയാണ് പൂർണ്ണം കേട്ടോ. അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി. അവന്റെ പ്രത്യക്ഷതയാണ് പൂർണ്ണം. അംശമായത് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങി പോകുന്നത് എന്താ പറഞ്ഞത്? ഇവർ പറഞ്ഞത് ഹല്ലേലൂയ, സ്തോത്രം. എന്താ പൂർണ്ണത വരുന്നത്? അവന്റെ പ്രത്യക്ഷതയും രാജ്യം വരുന്നിടം വരെ എന്തുണ്ട്? പ്രവചനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, അടയാളങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മാറിപ്പോയിട്ടില്ല. വായിക്കും. വചനം എന്ത് ചെയ്യണം? പ്രസംഗിക്കണം, ഒരുങ്ങി നിൽക്കണം, ഉപദേശം വേണം, തർജ്ജന ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവര് പത്യ ഉപദേശം എന്ത് ചെയ്യുന്നു? പൊറുക്കുന്നില്ല. സത്യത്തെ എന്ത് ചെയ്യുന്നില്ല? പറയാൻ സമ്മതിക്കുന്നില്ല. പിന്നെ കർണരസം, ചെവിക്ക് ഇൻപമായിട്ടുള്ളത് പ്രസംഗിക്കുന്നു. പിന്നെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം എന്ത് ചെയ്യുന്നു? ഉപദേഷ്ടാക്കന്മാർ എന്ത് ചെയ്യുക? ഇത് എവിടെയാ തുടങ്ങിയത്? നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഉപദേഷ്ടാക്കന്മാർ എവിടെ നിന്ന് എഴുന്നേറ്റേ? നിങ്ങളുടെ ഇടയിൽ നിന്ന് വിപരീത ഉപദേശമായിട്ട് എഴുന്നേൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. സത്യത്തിന് എന്ത് ചെയ്യുന്നില്ല? ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുന്ന. ഇതൊരു കെട്ടുകഥയാ. കെട്ടുകഥകള് കാലം വരും. അപ്പൊ നീ അല്ലെങ്കിൽ എന്തായിരിക്കണം? നിർമ്മതനായിരിക്കണം. ഇങ്ങനെയുള്ള കെട്ടുകഥകളൊക്കെ ഉണ്ടാകുമ്പോൾ നീ നിർമ്മതനായിരിക്കണം. കഷ്ടം സഹിക്കണം. കഷ്ടം ആരെങ്കിലും സഹിക്കുന്നുണ്ടോ? യേശുവിനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ? കോടീശ്വരനാകാൻ വേണ്ടിയാണ് അനേകർ യേശുവിനെ വിളിക്കുന്നത്. 1 കൊരിന്ത്യർക്ക് ലേഖനം 11:3 പറയാണ്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ സാത്താൻ എന്ത് ചെയ്യുന്നുണ്ട്? നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യാം? ഈ വിപരീത ഉപദേശം ഒന്ന് പഠിപ്പിച്ചാൽ മതി, നിനക്ക് ഞാൻ എന്തും തരാം. ഈ സത്യം പഠിപ്പിക്കുന്നതുകൊണ്ട് പിശാചി ഇങ്ങോട്ട് നിന്ന് വെല്ലുവിളിച്ചോണ്ടിരിക്കുക. അതെ, ഇത് ദുരുപദേശമാണെന്ന് ഹല്ലേലൂയ, സ്തോത്രം തെളിയിക്കുന്നതുകൊണ്ട് അവന് നമ്മളോട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പ്രവചനമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താ ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാൻ ഹല്ലേലൂയ, സ്തോത്രം സാത്താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചട്ടെ. മതി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:8 കൂടെ ഒന്ന് വായിച്ചട്ടെ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഈ പ്രവചനം, വെളിപ്പാട്, വ്യാഖ്യാനം ഇതൊക്കെ നിന്നുപോയെന്ന് ഹല്ലേലൂയ, സ്തോത്രം പഠിപ്പിക്കുന്നവരൊക്കെ ആരാന്ന് പറഞ്ഞേ? ശപിക്കപ്പെട്ടവരാന്ന് ബൈബിൾ പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ബൈബിൾ പറഞ്ഞേക്കുന്നത് ഈ ആർക്കൊക്കെ ഉള്ള വാഗ്ദത്തം നിങ്ങൾക്കും മക്കൾക്കും പിന്നെ വരുവാനുള്ള ദൂരസ്ഥർ എന്ന് പറഞ്ഞാൽ വരുവാനുള്ള തലമുറകൾക്ക്, ഇനിയും വരുവാനുള്ള തലമുറകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവര് പഠിപ്പിക്കുന്നത് ബൈബിള് എന്നായി പൂർണ്ണതയോട് വന്നതോടുകൂടി ഈ അംശമായതെല്ലാം നീങ്ങിപ്പോയി. ലോകത്തിൽ എത്ര ഭാഷയുണ്ട്? 7164 ഭാഷയുണ്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ത്യയിൽ എത്ര ഭാഷയുണ്ട്? 121 ഭാഷയും 270 മാതൃഭാഷകളും ഉണ്ട്. അതായത് 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഏതാണ്ട് 74 ഭാഷയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഷക്കാർക്കൊന്നും പൂർണ്ണത വന്നിട്ടില്ലല്ലോ, പൂർണ്ണമായത് വന്നിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവർ പറഞ്ഞത് പൂർണ്ണമായത് വന്നുകൊണ്ട് കൂടി അംശമായി നീങ്ങിപ്പോയത്. അപ്പം മലയാളിക്കും ഹല്ലേലൂയ, സ്തോത്രം ഈ എഴുതിയ എത്ര പേർക്ക് മാത്രമേ ഉള്ളൂ പൂർണ്ണത. ബാക്കിയുള്ളവരെ ഒന്ന് ദൈവം സൃഷ്ടിച്ചതല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ലോകത്തില് 3283 ഭാഷകൾ എന്ത് ചെയ്തു? പൂർണ്ണ ബൈബിള് ഇറക്കിയിട്ടുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. 1276 ഭാഷയിൽ ഭാഗികമായിട്ടും ബൈബിള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഏതാണ്ട് 167 രാജ്യത്തിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? ബൈബിളില് പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. ബാക്കി രാജ്യങ്ങളൊക്കെ കിടക്കുകയാണ്. ഏതാണ്ട് 243 രാജ്യങ്ങളുണ്ട്. ഔദ്യോഗികമായിട്ട് 239 രാജ്യങ്ങളുണ്ട് അല്ലേ. ഹല്ലേലൂയ, സ്തോത്രം.
ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം എന്ത് വന്നിട്ടില്ല? ബൈബിൾ എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും പൂർണ്ണത വന്നിട്ടില്ലല്ലോ. പൂർണ്ണമായത് വന്നപ്പോൾ അംശമായത് നീങ്ങിപ്പോയെന്ന് അവർ പഠിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11:1 മുതൽ 6 വരെ. വേറൊരു യേശു, വേറൊരു സുവിശേഷം. വായിച്ചാട്ടെ. ആ, കൊള്ളാമായിരുന്നു. അല്ലോ. എരിവോടെ എരിയുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് കണ്ടോ, ഒരുത്തൻ വന്നിട്ട് പൗലോസ് പറയാ, ഒരുത്തൻ വന്നിട്ട് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ വേറൊരു ആത്മാവിനെ കുറിച്ച് പറയുകയോ വേറൊരു സുവിശേഷം നിങ്ങൾ സ്വീകരിക്കാത്ത വേറൊരു സുവിശേഷം പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആശ്ചര്യപ്പെടുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് പ്രസംഗിച്ച യേശു ആരാ? ഹല്ലേലൂയ സ്തോത്രം. പിതാവായ ഏകദൈവമേ ഉള്ളൂ യേശു ആരാന്ന് പറഞ്ഞു പൗലോസ് പ്രസംഗിച്ചേ? കർത്താവ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8:4 മുതൽ വായിച്ചാൽ, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും നാം അറിയുന്നു, നമുക്കുണ്ട്. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിന് കാരണബോധനും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, ദൈവത്തിന്റെ ജ്ഞാനത്തിലായിരുന്നു യേശുവിനെ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. ദൈവം വാക്കിനാൽ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഒരു സൃഷ്ടിയാക്കി എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് അയച്ചത്. എന്തിനു വേണ്ടിയാ ഭൂമിയിലേക്ക് അയച്ചത്? ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യനൊക്കെ പാവം പരിഹാരം നടത്തിക്കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ സ്തോത്രം. മൃഗങ്ങളെയൊക്കെ യാഗം കഴിച്ചിട്ടുണ്ട്. പാപമില്ലാത്ത ഒരു രക്തം എന്നാ വന്നത്? യേശു ആരാന്ന് ഇബ്രാഹിം ഹല്ലേലൂയ സ്തോത്രം കഴിഞ്ഞ ആഴ്ച നിങ്ങളെ പഠിപ്പിച്ചതാണ്. താഴോട്ട് വായിച്ചാട്ടെ. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. എന്നാൽ അവൻ മുഖാന്തരം നാമും സകലവും അവൻ മുഖാന്തരവും അവൻ മുഖാന്തരം നാമും ആകുന്നു. സകലവും അവൻ മുഖാന്തരം. എങ്ങനെ അവൻ മുഖാന്തരം ആകുന്നത്? ആദ്യം ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമായിട്ട് ആരെയാണ് സൃഷ്ടിച്ചത്? ജ്ഞാനത്തിൽ അവനെ സൃഷ്ടിച്ചു. അല്ല, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ മുഖാന്തരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരും ഈ അറിവില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ യേശു ആരെന്നുള്ള അറിവ് ഇവർക്കില്ല. അപ്പൊ ഇതെല്ലാം നിന്നുപോയി. പ്രവചനം നിന്നുപോയി, വ്യാഖ്യാനം നിന്നുപോയി. ഇതെവിടെയാണ് നിന്നുപോയത്? ഏതാണ് പുതിയ ഹല്ലേലൂയ സ്തോത്രം? ഹല്ലേലൂയ സ്തോത്രം. അംശമായത് ഏതാണ്? പൂർണ്ണമായത് നമുക്ക് താഴോട്ട് വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ പഠിക്കാൻ കഴിയും. 2 കൊരിന്ത്യർക്ക് എഴുതിയ 11:13 മുതൽ 15 വരെ. ഇങ്ങനെയുള്ളവർ ആരാന്ന് പറഞ്ഞ? കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ. ഇവര് ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരാണ്. കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വെളിച്ചോതിന്റെ വേഷം ധരിക്കും. ഇവർക്ക് വല്ല ഹല്ലേലൂയ സ്തോത്രം പ്രകാശമൊക്കെ മുഖത്ത് കാണിച്ചുകൊണ്ട് അവരങ്ങനെ എന്ത് ചെയ്യും? വെളിച്ചോതിന്റെ വേഷം ധരിക്കും. പക്ഷെ അവര് പൗലോസ് പ്രസംഗിച്ച കർത്താവിനെ ഇവർ അറിയുന്നുണ്ടോ? പത്രോസ് പ്രസംഗിച്ച കർത്താവിനെ അറിയുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ആരെയും എന്ത് ചെയ്യുന്നില്ല? പിതാവിനെ അറിയുന്നില്ല, പുത്രനെ അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. 3 ദൈവത്തെ എന്ത് ചെയ്തു? ഇവരുണ്ടാക്കി. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. കണ്ടോ, സാത്താൻ താനും വെളിച്ചതിന്റെ വേഷം ധരിക്കുന്നു. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ ആരുടെ? സാത്താന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. ഹല്ലേലൂയ സ്തോത്രം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2:1 മുതൽ വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട്. കണ്ടോ, ഇവരൊന്നും പത്രോസ് ഈ ബൈബിളിലുള്ള പൗലോസ് എഴുതിയതല്ല ഇവർ പ്രസംഗിക്കുന്നത്. വേഗത്തിൽ എഴുതിയ പൗലോസ് എഴുതിയിരിക്കുന്ന യേശു ആരാ? ദൈവത്തിന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുവാ. അല്ലെങ്കിൽ ഇവർ പുത്രനാ ദൈവമാക്കി.
അപ്പോൾ ഈ പൗലോസ് എഴുതിയത് തന്നെയാണോ ഈ പ്രസംഗിക്കുന്നത്? അല്ല, ഞങ്ങൾ എഴുതിയെന്ന് പറഞ്ഞ് വായിച്ചോ. ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുഗന്ധം വിട്ട് വേഗത്തിൽ ഇളകും ഞെട്ടിപ്പോകുകയുമരുത്. ഒരു വിധത്തിലും ആരും നിങ്ങളെ ചതിക്കരുത്. ഒരു വിധത്തിൽ ആരും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട്. അവൻ എവിടെയാ ഇരിക്കുന്നേ? ഇവര് പഠിപ്പിക്കുന്ന യേശു എവിടെയാ ഇരിക്കുന്നേ? പുത്രനാം ദൈവം അവരുടെ ആലയത്തിലായിരിക്കുന്നത്. ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ഇന്നും ന്യായപ്രമാണം അവരെ കൊണ്ടു നടക്കുന്നത്. അതിവിശുദ്ധ സ്ഥലമൊക്കെ എന്ത് ചെയ്യുന്നു? വിശുദ്ധ സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട് അവർ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ വേറെ ആരും എന്ത് ചെയ്യില്ല, ഇരിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? എല്ലാവരും സഹോദരന്മാർ അവർ കൂടിയിരുന്നാണ് എന്ത് ചെയ്തത്? ദൈവത്തെ ആരാധിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഇവർക്ക് സെപ്പറേറ്റ് സ്ഥലം, വിശ്വാസികൾക്ക് വേറൊരു സെപ്പറേറ്റ് സ്ഥലം ഇല്ലേ? വേറെ അവര് ഹല്ലേലൂയ സ്തോത്രം തമ്മിൽ എന്ത് ചെയ്തോ? വലിപ്പവും ഹല്ലേലൂയ സ്തോത്രം വലിപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും യൂണിഫോം ഉണ്ട്. പെന്തക്കോസ്തുകാർക്കൊക്കെ എന്തുണ്ട്? യൂണിഫോം ഉണ്ട്. അവർ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റുമാണ് അവരുടെ യൂണിഫോം. യൂണിഫോം ഇട്ടൊക്കെ എന്ത് ചെയ്യുള്ളൂ? പ്രസംഗിക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. വായിക്കും. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയെ യേശു കർത്താവ് ഉയർത്തി എവിടെയെങ്കിലും ബൈബിളിൽ എവിടെയെങ്കിലും യേശു ക്രിസ്തു ഉയർത്തിയോ? തന്നെത്താൻ ഉയർത്തിയോ? ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തിയിരിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 5:5 വായിച്ചാട്ടെ. ലോകത്തെ ജയിക്കുന്ന ആരാണ്? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനൊക്കെ ആരാ? ലോകത്തെ ജയിക്കുന്നവനാ. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. ആത്മാവ് സാക്ഷ്യം പറഞ്ഞത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിക്കുന്നു. ആത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാകുന്നല്ലേ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിക്കുന്നു. ആത്മാവും സാക്ഷ്യം പറയുന്നു. വായിക്കേ. സാക്ഷ്യം പറയുന്നവർ എത്ര പേരാ? 3 ഉണ്ട്. ഇവിടത്തെ അവർക്ക് എന്ത് ചെയ്യും? 3 എന്ന് പറയുമ്പോൾ അവിടെ എന്താക്കി തരും, കളയും. തൃത്വം. അവർ ആരൊക്കെയാ 3 എന്ന് എഴുതിയിട്ടുണ്ട്? താട്ട് വായിച്ചേ. ആത്മാവ്, ജലം, രക്തം. ഏതൊക്കെയാ 3? ആത്മാവ് ദൈവം, ജലവും രക്തവും ആരാ? ക്രിസ്തു. വായിക്കേ. ഒന്ന് തന്നെ. ഹല്ലേലൂയ സ്തോത്രം. 1 കൊരിന്ത്യർക്ക് ലേഖനം 14:10 വായിച്ചോട്ടെ. കണ്ടോ? ലോകത്തിൽ വിവിധ ഭാഷകളുണ്ട്. ഒന്നും തെളിവില്ലാത്തതല്ല. ലോകത്തിലുള്ള ഭാഷകൾക്കൊക്കെ എന്തുണ്ട്? തെളിവുണ്ട്. അപ്പൊ തെളിവുള്ള ഭാഷകളിലെല്ലാം എന്ത് വരണം? ഇനി ബൈബിൾ വരണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന അനുസരിച്ചാണ് ഇവിടെ പൂർണ്ണത എത്തിയോ? അംശമായി മാത്രം നാം അറിയുന്നു. പൂർണ്ണമായി വന്നപ്പോൾ അംശമായി നീങ്ങിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. ഈ മലയാളിക്ക് തന്നെ എന്നാ വന്നത്? 1911. അപ്പോൾ ഹല്ലേലൂയ മലയാളിക്ക് പൂർണ്ണത വന്നത് 1911 ഹല്ലേലൂയ സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:9 വായിച്ചോട്ടെ. രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ. എന്താ ഒന്നാമത്തത്? ന്യായപ്രമാണോ ഒന്നാമത്തത്? അംശമായത് എന്താ? ന്യായപ്രമാണോ? ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് ശത്രുക്കൾ തന്റെ പാപങ്ങളുടെ വാവുകളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പം ശത്രുക്കൾ പാതപീഠമായതിനു ശേഷം യേശു കർത്താവ് വരുമ്പോഴാണ് എന്താകുന്നത്? പൂർണ്ണ അംശമായത് എന്താ? ന്യായപ്രമാണമാണ്. ഹല്ലേലൂയ സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15 അധ്യായം 27 മുതൽ വായിച്ചാൽ ഉണ്ടല്ലോ. എന്നും സ്പഷ്ടം. സകലം കീഴ്പ്പെട്ടിട്ടുണ്ടോ? അത് കാത്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ സകലം കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും കീഴാക്കി കൊടുത്ത ദൈവത്തിന് എന്ത് ചെയ്യും? കീഴ്പ്പെട്ടിരിക്കും. ഇവരെ പുത്രനാ ദൈവമാണോ? അപ്പൊ ഹല്ലേലൂയ സ്തോത്രം. കീഴാക്കി കൊടുത്തവൻ എന്ത് ചെയ്യും? പുത്രൻ കീഴ്പ്പെട്ടി കൊടുക്കും. സെഖരിയാവ് പ്രവാചകന്റെ പുസ്തകം 14:9 നമ്മൾ വായിച്ചാൽ അന്നാളിൽ യഹോവ ഏകനും
അവന്റെ നാമം ഏകവുമായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇത് അന്നേ പ്രവചിച്ചു. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നത് പുത്രൻ താനും പിതാവിന് എന്ത് ചെയ്തിരിക്കും? കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:27 വായിച്ചാൽ ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ഇതെന്തിനാ? അവരുടെ നാശത്തിന് വേണ്ടിയാ. അവർ ദുരുപദേശം കൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടിയാ? അവരുടെ നാശത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ സ്തോത്രം. 2-ാം അധ്യായം 6 മുതൽ 11 വരെ വായിച്ചാട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ വിചാരിക്കാതെ ദാസരൂപം എടുത്ത് തന്നെത്താൻ ഒഴിച്ച് വിളങ്ങി. അനുസരണമുള്ളവനായി തീർന്നുകൊണ്ടോ താഴ്ത്തുക തന്നെത്താൻ. ഇത് തന്നെ നമ്മൾ കൊരിന്ത്യർക്കില്ല എന്ത് ചെയ്തു? രാജ്യം പിതാവിനെ ഏൽപ്പിച്ചിട്ട് പുത്രൻ താൻ പിതാവിനെ കീഴ്പ്പെട്ടിരിക്കും. താഴ്ത്തു വായിച്ചു. ദൈവം എന്ത് ചെയ്തു? അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ സ്വന്തം പേര് തന്നെ പുത്രന് കൊടുത്ത് യേശുവിന്റെ നാമത്തിങ്കൽ സുർലോകരുടെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് യേശുവിനെ കർത്താവ് വിളിക്കുന്നത്. ആരുടെ മഹത്വത്തിന് വേണ്ടിയാ? നമ്മൾ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ആ മഹത്വം ആർക്കാ പോണേ? പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യേണ്ടി വരും. അപ്പോസ്തല പ്രവൃത്തി 2:34 കൂടെ വായിച്ചാൽ ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അഭിഷക്തൻ അല്ലെങ്കിൽ അപ്പോസ്തലനാക്കി വെച്ചു. ഒന്നാമത്തെ അപ്പോസ്തലൻ ആരാന്ന് ഞാൻ പഠിപ്പിച്ചല്ലേ? ഒന്നാമത്തെ അപ്പോസ്തലൻ ആരാ? യേശു കർത്താവ്. അല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ. അപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ എന്ത് ചെയ്യുന്നു? അവര് പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് പറയാണ് നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചതാ. അല്ലെങ്കിൽ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇപ്പൊ ഇവരെന്താക്കി തീർത്തു? തുല്യ ദൈവങ്ങളാക്കി തീർത്തു. അല്ലെങ്കിൽ തുല്യപേർക്ക് എഴുതിയ ലേഖനം തന്നെ 3:8 വായിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അറിവ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു ചോദിച്ചപ്പോൾ പത്രോസ് എന്താ പറഞ്ഞേ? ചിലർ പ്രവാചകന്മാരെന്നും ചിലർ യോഹന്നാനെന്നും അല്ലേ, ചിലർ പ്രവാചകന്മാരാരോ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് എന്താ പറഞ്ഞേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പം ബെറിയോനായ ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളെല്ലാം നിനക്കത് വെളിപ്പെടുത്തിയ സ്വർഗസ്ഥനായ എന്റെ പിതാപത്ര. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ഇടുന്ന കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ആർക്ക് കിട്ടി? പത്രോസിന് കിട്ടി. ആ പത്രോസാണ് ഇന്ന് പ്രസംഗിക്കുന്നത് അല്ലേ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത്. അതേ പത്രോസ് തന്നെ പറയുന്നത് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. ഏത് പരിജ്ഞാനം അവന് കിട്ടിയത്? മത്തായിയുടെ സുവിശേഷം 16:13 വായിച്ചു. യേശു ഫിലിപ്പിയരുടെ കൈസരിയിൽ കൂടി ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും ഈ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ എന്താ? അഭിഷക്തനാണ്. നീ ദൈവത്തിന്റെ മകനായ അഭിഷക്തനാണെന്ന് എന്ത് ചെയ്തു? പറഞ്ഞു. യേശു അവനോട് ബെറിയോനായ ശീമോനെ നീ ഭാഗ്യവാൻ, നിനക്ക് ഇത് ആരാ വെളിപ്പെടുത്തിയത്? ജഡരക്തവും ജഡവും രക്തവും അല്ല. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യില്ല, അത് ജയിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് താട്ട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക്
തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് ആ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് താക്കോല കിട്ടിയത്? ലൂക്കോസിന്റെ സുവിശേഷം 11:52 വായിച്ചാട്ടെ. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടക്കുന്നില്ല. ഈ ബ്രദറൻകാർ കടക്കുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അതിലേക്ക് ഞാൻ വരാൻ പോവാണ്. ഹല്ലേലൂയ, അവര് കടക്കുന്നില്ല. കടക്കുന്നവരെ എന്ത് ചെയ്യുന്നില്ല? സമ്മതിക്കുന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് താക്കോല പത്രോസിന് കിട്ടിയത്? ആ പരിജ്ഞാനമുള്ള പത്രോസിന്റെ ലേഖനത്തിലെല്ലാം എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും. അപ്പൊ പിതാവ് ആരാ? ദൈവവും യേശു കർത്താവുമാണെന്ന് പത്രോസ് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കണം അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:8. ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ന്യായപ്രമാണത്തിലുള്ള നീതിയല്ല അല്ലേ? ന്യായപ്രമാണം എന്താന്ന് പറഞ്ഞത്? അതാണ് അംശം. പൂർണ്ണമായത് വരുമ്പോൾ എന്ത് ചെയ്തു? അംശമായി നീങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പൂർണ്ണമായത് വന്നോ? ഇതുവരെയായിട്ട് വന്നിട്ടില്ല. പൂർണ്ണമായത് എന്നാ വരുന്നേ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് തിമോഥെയോസിനോട് പറഞ്ഞത് കർത്താവിന്റെ വരവ് വരെ നീ ഇത് പ്രമാണിക്കണം. വരവ് വരെ എന്തുണ്ട്? പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, വ്യാഖ്യാനമുണ്ട്, അന്യഭാഷയുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇവര് പറഞ്ഞ് നിന്ന് പോയിട്ടുണ്ടോ? നിന്ന് പോയിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. വല്ല വിധേനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പ്രാപിക്കണം എന്ന് വെച്ച് എല്ലാം ഉപേക്ഷിക്കുക. അവന്റെ നിമിത്തം എന്തെല്ലാം ഉപേക്ഷിച്ചു? ലോകം തന്നെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ചവറന്നു. അത് ലഭിച്ചെന്നാണ് എന്തായാലും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നത് അല്ലേ? രക്ഷിക്കപ്പെട്ടോ? ആരെങ്കിലും രക്ഷിക്കപ്പെട്ടുണ്ടോ ലോകത്തിൽ നിന്ന്? അല്ലെങ്കിൽ ആസ്പത്രി രക്ഷിക്കപ്പെടുന്നത് എന്നാ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും എന്ത് ചെയ്യും? കർത്താവിൽ മരിച്ചവർ ആദ്യം എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവിച്ചിരിക്കുന്ന നമ്മളോ രൂപാന്തരം പ്രാപിക്കുക. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല ആരും ഇവിടെ നിന്ന്. അല്ലെങ്കിൽ ആസ്പത്രം പിടിക്കാമോ എന്ന് പറഞ്ഞ് ഓടുന്നവൾ ആരും എന്ത് ചെയ്തിട്ടില്ല? രക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുക. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു അല്ലേ? ബിരുദം പ്രാപിക്കുന്നവര് ഒരുവനേ ഉള്ളതാ പറഞ്ഞത്. അപ്പം അല്ലെങ്കിൽ ബിരുദം പ്രാപിക്കാൻ തക്കോണം നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. അല്ലെങ്കിൽ ആസ്പത്രം എങ്ങനെ ബിരുദം പ്രാപിക്കുന്നത്? ഏക ദൈവത്തെ ഏക കർത്താവിന്റെ നാമത്തിൽ ആരാധിക്കുന്നവർക്കാണ് ബിരുദം പ്രാപിക്കുന്നത്. അല്ല 3 ദൈവമൊന്നും അല്ലെങ്കിൽ ആസ്പത്രം ബൈബിളിലില്ല. അപ്പം ഈ ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദറൻകാർക്കെതിരെയൊന്നും അല്ല, തൃത്തക്കാർക്കെതിരെ മൊത്തമാണ്. 3 ദൈവത്തെ ആരാധിക്കുന്ന ആരൊക്കെയാ? കത്തോലിക്കരുണ്ട്. അല്ലെങ്കിൽ ആസ്പത്രം കത്തോലിക്കും തൃത്വം. ഇവരുടെ എല്ലാ അടിസ്ഥാനം എന്താ? തൃത്വം. പെന്തക്കോസിന്റെ അടിസ്ഥാനം എന്താ? അല്ലെങ്കിൽ ആസ്പത്രം 1-ാം നൂറ്റാണ്ടിൽ എന്താ? പെന്തക്കോസ്. 1-ാം നൂറ്റാണ്ടില് പെന്തക്കോസ്. 3-ാം നൂറ്റാണ്ടായപ്പോഴോ അതെന്തായി? മുന്തിക്കോസായി. ഇപ്പോൾ എന്തായി തീർന്നു? അന്തിക്കോസായി തീർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ആസ്പത്രം. അതുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം എല്ലാവരിലും എന്ത് ചെയ്യണം? എത്തണം. അല്ലെങ്കിൽ അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആസ്പത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ചാൽ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? സ്ഥലം ഒരുക്കാൻ പോകുന്നു. നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും അത് നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ അടുക്കൽ ചേർത്തോളൂ എന്ന് ആരാ പറഞ്ഞേ? യേശു കർത്താവ് പറഞ്ഞു. എങ്ങനെയാ അതിന് എഴുതിയിരിക്കുന്നത്? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. എന്നിട്ട് ഒരു കുത്തും ഒരു കോമയാണ്. എന്നതിന്റെ അർത്ഥം എന്താ? തുടരുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ എന്തുണ്ട്? അല്ലെങ്കിൽ ആസ്പത്രി ബന്ധക്കോസാരും യേശു എന്താ ചെയ്തുകൊണ്ടിരിക്കുക? അപ്പോൾ ഒരുപാട് യേശുവിനെ അവർ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് പറഞ്ഞു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നവർ. അല്ലെങ്കിൽ ആസ്പത്രി ഇവര്
ഇവിടെ ഒരു കൺവെൻഷനിൽ ഒരു പാസ്റ്റർ ഒന്ന് പ്രസംഗിച്ചതാ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ സെൻട്രൽ പാസ്റ്റർമാരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വേല വിശാലമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാസ്റ്റർമാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പുത്രനെ ദൈവമാണല്ലോ, പുത്രനാ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വാസം അവർക്ക് വേണ്ടി പ്രത്യേക വാസമൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക. സെൻട്രൽ പാസ്റ്റർക്ക് വേറെ, ഡിസ്ട്രിക്ട് പാസ്റ്റർക്ക് വേറെ, ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞേ, കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവ് അവിടെ കെട്ടിടം പണിയാണ് നടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിപ്പോൾ എന്താ വായിച്ചത്? ശത്രു അവന് പാതവിടമാകുവോളം കാത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് രാജ്യം പിതാവിനെ ഏൽപ്പിച്ചതിന് ശേഷം പുത്രന്റെ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുക. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചതിന് ശേഷം ഇവർ പഠിപ്പിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 13 മുതൽ വായിച്ചാട്ടെ. ഇവരാരൊക്കെ? അബ്രഹാം മുതലുള്ള വിശുദ്ധന്മാരെല്ലാം അല്ലേ, ഹാനോക്ക്, ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അവരെ ലിസ്റ്റ് ഉണ്ടോ 11 അധ്യായം മുഴുവൻ? അവരെല്ലാം വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ 11 അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചോണം. വായിച്ചത് ദൂരത്ത് നിന്ന് അവർ കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ച് ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു, കാണിക്കുന്നു. വിട്ടുപോകുന്നതിന് ഓർത്ത് എങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ. ഇതാണ് പൂർണ്ണം. അംശമായത് നീങ്ങിപ്പോയത്. ഈ ഭൂമി പൂർണ്ണമായത് എന്ത് ചെയ്യും? വരും. അതിനുവേണ്ടി എന്ത് ചെയ്തു? അവർ കാത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. 11 അധ്യായം തന്നെ 9-10. അബ്രഹാം വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നത്. ആര് നിർമ്മിച്ച നഗരമാ? ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരം. അതാണ് സ്വർഗം. അതിനുവേണ്ടി എന്ത് ചെയ്തു? അതിന് പുത്രൻ പോയി ഇവിടെ എന്ത് ചെയ്യുന്നതല്ലോ, വാസം ഒരുക്കിക്കൊണ്ടിരിക്കുകയല്ല. പുത്രൻ എന്താ പറഞ്ഞത്? ഉപമയാ പറഞ്ഞത്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഓൾറെഡി അവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ പോയി എന്ത് ചെയ്തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിന് ശേഷം വന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു പറഞ്ഞു. ഓൾറെഡി അവിടെ എന്തുണ്ട്? വാസം സ്ഥലമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 13 അധ്യായം എബ്രായ ലേഖനം തന്നെ 14 മുതൽ വായിച്ചട്ടെ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്ര. അതാ പൂർണ്ണം. അംശമായി മാത്രം നാം അറിയുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും. പൂർണ്ണമായത് എന്താ? വരുവാനുള്ളതാ. വായിച്ചട്ടെ. അന്വേഷിക്കുന്നത് അതരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുവാൻ. നന്മ ചെയ്യുവാൻ കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ആർക്കാന്നറിയാം? അവർക്ക് വേണ്ടി തന്നെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും എന്ത് ചെയ്യരുത്? മറക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഏതാ പൂർണ്ണമായത്? ഹല്ലേലൂയ സ്തോത്രം. മണവാട്ടിയായി ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം. ഹല്ലേലൂയ സ്തോത്രം. അതാണ് പൂർണ്ണം. ഹല്ലേലൂയ. അത് അംശമായത് ഏതാ? ന്യായപ്രമാണം. ഈ ഭൂമിയെല്ലാം എന്താ? അംശമായതിനെ കുറിച്ച് കുറെ അംശമായതുണ്ട്. ന്യായപ്രമാണം മാത്രമല്ല, ഈ കാണുന്ന ന്യായപ്രമാണത്താലുള്ള ശാപത്തിൽ കിടക്കുന്നതാണ് ഈ ഭൂമി. ഇതെല്ലാം എന്ത് ചെയ്യും? നശിച്ചു പോകും. ഹല്ലേലൂയ സ്തോത്രം. 4:20 നമ്മൾ വായിച്ചിട്ട് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലൊക്കെ ആകാമെന്നോ. ശക്തി എന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പൊ പരിശുദ്ധാത്മാവിൽ ഇല്ലെന്നല്ലോ പറഞ്ഞേ. വെളിപ്പാടില്ല, അന്യഭാഷയില്ല, അടയാളങ്ങളില്ല, ഇതൊക്കെ നിന്നുപോയെന്നല്ലോ പറഞ്ഞേ. ദൈവരാജ്യം എന്താ? എന്തിനാ ഉള്ളത്? ശക്തിയിൽ എത്രയാകുന്നു? എബ്രായർക്ക് എഴുതിയ ലേഖനം 12:26 മുതൽ വായിച്ചിട്ട് 26 മുതൽ 29 വരെ. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ആകാശത്തെ ഇളകും എന്ന് വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് പൂർണ്ണമായത് എന്നാ പറയുന്നത്? ഇളകാത്ത രാജ്യം, ഇളക്കമില്ലാത്ത നിലനിൽക്കേണ്ടതിന് ഈ അംശമായത് എന്താ? നിർമ്മിതമായ ഇളക്കമുള്ളതിനെ മാറ്റം വരുന്നത്. ഇതാണ് അംശമായത്. നിർമ്മിതമായത് എന്താ? ഈ നിർമ്മിതമായ ഈ ഭൂമി മാറ്റം വരുത്താൻ
സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് ഇളകാത്ത രാജ്യം, ദൈവത്തിന്റെ രാജ്യം എങ്ങനെയാന്ന് പറഞ്ഞത്? ശക്തിയിൽ എത്രയാകും അല്ലേ? ഇവിടെ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിനായി പ്രാപിക്കുന്നത് കൊണ്ട് നാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുന്നത്. പൂർണ്ണമായി എന്ത് ചെയ്യും? വരുമ്പോൾ അംശമായി എന്ത് ചെയ്യും? ഈ ഇളകാത്ത ഹല്ലേലൂയ രാജ്യം വരുമ്പോൾ ഈ ഇളകുന്ന രാജ്യം എന്ത് ചെയ്യും? അതാണ് ഹല്ലേലൂയ പൂർണ്ണമായിട്ട്. ബൈബിൾ പൂർണ്ണമായിട്ട് എഴുതി കിട്ടിയ ഉടനെ പ്രവചനം വ്യാഖ്യാനം ഇതൊക്കെ നിന്നുപോയില്ല. ഇതൊക്കെ എവിടെ എന്തുവരെ ഉണ്ട്? കർത്താവിന്റെ വരവ് വരെ ഇതുണ്ടാകും. ഹല്ലേലൂയ. പിന്നെ നാം നന്ദിയുള്ളവരായി സേവ ചെയ്യുക. ഹല്ലേലൂയ. 11:13 മുതൽ 16 വരെ ഇങ്ങോട്ട് വായിച്ചട്ടെ. ഇബ്രായ ലേഖനം. ഇവരെല്ലാവരും ആ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ എന്തായിരുന്നു? ഇതില് എവിടെയാണ് അംശം? ഭൂമിയിലാണ്. ഭൂമിയിലെ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും എന്ത് ചെയ്തു? വിശ്വാസത്തിൽ മരിച്ചു അല്ലേ? ഒരു പിതൃദേശം അവരെന്ത് ചെയ്യുന്നുണ്ട്? അന്വേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഉണ്ടെന്ന് അവരെന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. അവരെല്ലാം ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിനായി എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കാത്തുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു? എന്നിട്ട് അത് കിട്ടുമെന്നുള്ള എങ്ങനെയാ മരിച്ച അബ്രഹാമൊക്കെ? വിശ്വാസത്തിലാണ് മരിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. അതാ അംശമായതൊക്കെ എന്ത് ചെയ്യും? ഒഴിഞ്ഞു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി. ഇനി സമുദ്രവും ഇല്ല. അപ്പം സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്തു? പുതിയ യെരൂശലേം എന്നത് ഇറങ്ങി വരുന്നത്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടു. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം അവരോട് കൂടെ വസിക്കും. ദൈവത്തിന്റെ ജനമായിരിക്കും നമ്മള്. കൂടെ ഇരിക്കും. കണ്ണുനീരെല്ലാം എന്ത് ചെയ്യും? തുടച്ചു കളയും. ഹല്ലേലൂയ സ്തോത്രം. അതാണ് പൂർണ്ണത. പൂർണ്ണത വരുമ്പോൾ എന്ത് ചെയ്യും? അംശമായി നീങ്ങും. അപ്പൊ പുതിയ ആകാശം പുതിയ ഭൂമിയും വരുമ്പോഴാണ് എന്ത് ചെയ്തത്? അംശമായി നീങ്ങിപ്പോകുന്നത്. അല്ലാതെ അല്ലെങ്കിൽ പ്രവചനം വെളിപ്പാടൊന്നും എന്ത് ചെയ്തിട്ടില്ല, നീങ്ങിപ്പോയിട്ടില്ല. 2 പത്രോസിന് എഴുതിയ ലേഖനം 3:12-13 വായിച്ചാട്ടെ. ആകാശം ചുട്ടഴിയുവാനും ഉള്ള ദൈവസ്ഥിതിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതം ഭക്തിയിൽ ഉള്ളവരായിരിക്കണം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തി ഉള്ളവരായിരിക്കണം എന്നും. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഏതാ പൂർണ്ണമായത്? പുതിയ ആകാശവും പുതിയ അത് വരുന്നത് വരെ എന്തുണ്ട്? അതൊക്കെ നീങ്ങിപ്പോവും. അല്ലെങ്കിൽ പൂർണ്ണമായത് വരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? ഭൂമിയില് ഇന്ന് ന്യായപ്രമാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൂർണ്ണമായത് വരുമ്പോൾ എന്ത് മാറിപ്പോവും? അംശമായത് മാറിപ്പോവും. അല്ലെങ്കിൽ അതിന്റെ 15 മുതൽ 17 വരെ കൂടെ വായിച്ചാൽ. അങ്ങനെ തന്നെ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം. ഇപ്പൊ ഞാൻ പൗലോസ് പറഞ്ഞില്ലേ, പൗലോസിന്റെ ദൈവം ആരാന്ന്, പൗലോസിന്റെ കർത്താവ് ആരാന്നൊക്കെ പൗലോസ് പറഞ്ഞില്ലേ. തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൽ എന്ത് ചെയ്തു? വായിക്കേ. ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സകല ലേഖനങ്ങളിലും, എല്ലാ ലേഖനങ്ങളിലും പൗലോസ് എഴുതിയിട്ടുണ്ടല്ലേ. എല്ലാ ലേഖനത്തിലും പിതാവാര പുത്രനാരാന്ന് എഴുതിയിട്ടുണ്ട്. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമായത് അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം എന്ന് പറഞ്ഞ് പറയുമ്പോൾ അവരവിടെ എന്താക്കി? 3 ആക്കി. അവർക്ക് എന്ത് ചെയ്യുന്നില്ല? ഗ്രഹിച്ചില്ല. വായിക്കേ. അവരതെന്ത് ചെയ്യുന്നു? എന്നിട്ട് അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ഏത് തിരുവെഴുത്തുകളെ പോലെ? മറ്റുള്ള വിശുദ്ധ തിരുവെഴുത്തുകളെ പോലെ അതും വളച്ചൊടിക്കുന്നത്. എന്നോട്ടാ വളച്ചൊടിക്കാൻ തുടങ്ങിയ? AD 325 ഹല്ലേലൂയ സ്തോത്രം വളച്ചൊടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 8:13 കൂടെ വായിച്ചത്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേനെ എന്തായിരിക്കും? പഴയതാക്കിയിരിക്കുന്നു. വായിക്കേ.
നീങ്ങിപ്പോവാൻ അടുത്തിരിക്കുന്നു. പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോവാൻ അടുത്തിരിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ എന്താ ഇതൊക്കെ എന്ത് ചെയ്യും? അംശമായതൊക്കെ എന്ത് ചെയ്യും? ഏതാ പഴയത്? ഒന്നുകൂടെ വായിച്ചത് പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയത്. ആദ്യത്തേത് എന്താ? ന്യായപ്രമാണം അല്ലേ? പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോവാൻ അടുത്തിരിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ നീങ്ങിപ്പോവും. ന്യായപ്രമാണമൊക്കെ എന്ത് ചെയ്യും? നീങ്ങിപ്പോവും. അതുപോലെ എന്തൊക്കെ ഉണ്ട്? പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, അടയാളമുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഇതെല്ലാം ഉണ്ട്. 1 യോഹന്നാൻ 5:13 വായിച്ചത്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത്. ആർക്കായി വചനമൊക്കെ എഴുതിയിരിക്കുന്നത്? ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന. പത്രോസൊക്കെ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നാനം കൊടുത്തതും ഒക്കെ അല്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നത്. വായിച്ചത്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. അറിയേണ്ടതിന് തന്നെ. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചത്. 5-ാം അധ്യായം അവസാനം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കണ്ടോ? കേട്ടോണം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. ഇതാ യേശുനാമക്കാരെ പഠിപ്പിക്കുന്നത്. അവൻ തന്നെയാണ് ഈ പിതാവ്. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നതായിരിക്കുന്നത്. യേശു കർത്താവ് ഹല്ലേലൂയ സ്തോത്രം തന്റെ ശിഷ്യനോട് എന്നാ പറഞ്ഞു? എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവിനും ഒന്നായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ സത്യദൈവത്തിൽ അവന്റെ പുത്രനായ ക്രിസ്തുവിൽ തന്നെ നമ്മളാകുന്നു. കണ്ടോ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അവനിലാണ് ദൈവം എന്തിരിക്കുന്നത്? അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ലേഖനവുമായി വസിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ തൊട്ട് താഴത്തെ 2-ാമത്തെ ലേഖനം 1:1 മുതൽ വായിച്ചാട്ടെ. നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ ഇരിക്കുന്നതും സത്യനിമിത്തം എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കണ്ട പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് സമാധാനവും നമ്മോടുകൂടെ ഇരിക്കുമാറാട്ടെ. എങ്ങനെ എഴുതിയിരിക്കുന്നത്? പിതാവിൽ നിന്നും പിതാവിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും. ഹല്ലേലൂയ സ്തോത്രം. ഇനി 1 യോഹന്നാൻ തന്നെ 1:1 മുതൽ വായിച്ചട്ടെ. ആദ്യം മുതലുള്ളതും അല്ലെ? ആദ്യം മുതൽ എവിടെയായിരുന്നു? ജ്ഞാനത്തിലായിരുന്നു അല്ലേ? ഞാൻ കഴിഞ്ഞ പഠിപ്പിച്ചു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടത്. ഇത് പ്രവാചകന്മാരെല്ലാം പറഞ്ഞു സ്ത്രീയുടെ സന്തതി എന്ത് ചെയ്യും? വരുമെന്നല്ലേ? ഹല്ലേലൂയ. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നൊക്കെ എന്ത് ചെയ്യും? ഞങ്ങൾ കേട്ടതും. ഇപ്പൊ എന്ത് ചെയ്ത് ആ ശരീരം ആ വചനം എന്തായി തീർന്നിരിക്കുക? അപ്പൊ വാക്കിപ്പോ എന്തായി തീർന്നിരിക്കുന്നു? ജഡമായി. അപ്പൊ ഞങ്ങൾ അവര് കണ്ടു. വചനത്തെ എന്ത് ചെയ്തു? കണ്ടു. വചനത്തെ. ഇപ്പൊ വാക്കിനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കിനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വചനം എന്തായി തീർന്നു? ജഡമായി തീർന്നു. പിന്നെ ദൈവത്തിന്റെ വാക്കിൽ നിന്ന് തന്നെയാണ് ഈ കാണുന്ന സൃഷ്ടികളെല്ലാം ഉണ്ടായത് അല്ലേ? അപ്പോൾ ദൈവത്തിന്റെ വചനവും മനുഷ്യന്റെ വാക്കുമായിട്ട് എന്ത് ചെയ്യരുത്? താരതമ്യപ്പെടുത്തരുത്. അപ്പൊ ഞങ്ങൾ ആദ്യം മുതലുള്ളതും ആദ്യം മുതൽ ദൈവത്തിന്റെ ജ്ഞാനത്തിലായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അതിനെക്കുറിച്ച് കേട്ടു. ആദ്യം മുതലുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്തു? കേട്ടു. കേട്ടതിനെ പിന്നെ സ്വന്തം കണ്ണുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്തു? കണ്ടു. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ച് അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ മനുഷ്യന്റെ പാപപരിഹാരത്തിനായിട്ട് എന്ത് ചെയ്തു? ഭൂമിയിൽ വന്ന ഞങ്ങൾ നോക്കി. പിന്നെ വചനത്തെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുക? തൊട്ടിരിക്കുക. വചനം എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പം ജഡമായിട്ട് നിൽക്കുന്നത്. തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് എന്നിട്ട് ജീവൻ പ്രത്യക്ഷമായി. കണ്ടോ? പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റി. ആദ്യം എവിടെയായിരുന്നു ജീവൻ? ഹല്ലേലൂയ സ്തോത്രം. പ്രത്യക്ഷമായി. ഞങ്ങൾ എന്ത് ചെയ്തു? കണ്ടു. അതാ ഞങ്ങൾ സാക്ഷീകരിക്കുന്നത്. പിതാവിനോട് കൂടെ ഇരുന്ന്. ഇതാണ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? 5-ന്റെ അവസാനം. സത്യദൈവത്തിൽ അവന്റെ പുത്രനായ ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. ആര്? അവൻ സത്യദൈവവും നിത്യജീവനാകുന്നു. സത്യദൈവം ആരിലായിരിക്കുന്നത്? പുത്രനിലായിരിക്കുന്നത്. മനുഷ്യനെ കാണാൻ വേണ്ടി. വായിക്കും. യോഹന്നാന്റെ 1:1 വായിച്ചു. ഞങ്ങളുടെ കൂട്ടായ്മയോ എന്നിട്ട് യോഹന്നാൻ പറയാം. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോട് കൂടെ
ആ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഞങ്ങൾ ഇത് എന്തില്ല ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനായിട്ട് എഴുതിയ പുത്രൻ ആരാണ് പറഞ്ഞ് എഴുതിയത്? യേശു ക്രിസ്തു അഭിഷക്തനാണെന്നും കർത്താവാണെന്നും ഒക്കെയാണ് എന്ത് ചെയ്തത്? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 1 യോഹന്നാൻ 5:16-17 ഒന്ന് വായിച്ചോ. സഹോദരൻ മരണമില്ലാതെ പാപം ചെയ്യുന്നത് ആ. ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. മരണത്തിനല്ലാത്ത പാപം ചെയ്ത കണ്ടാൽ ആരെങ്കിലും അപേക്ഷിക്കാം. ആരോട്? ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം അവന് ജീവനെ കൊടുക്കും. ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ ആ മരണത്തിനുള്ള പാപത്തെ കുറിച്ചുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഏതനീതിയും പാപമാണ്. ഏത് അനീതിയും പാവമാണ്. മരണത്തിനുള്ള പാവമുണ്ട്, മരണത്തിനല്ലാത്തതായ പാവവും ഉണ്ട്. അതിന് മരണത്തിനുള്ള പാവത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട? പ്രാർത്ഥിക്കേണ്ടെന്നാ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 1:28 മുതൽ വായിച്ചാട്ടെ. ദൈവത്തെ പരിജ്ഞാനത്തിൽ വരുത്തുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിന്നിയവർ, ദൂഷകന്മാർ, ഏഷ്ണിക്കാർ, നിഷ്ഠൂരന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, പ്രവർത്തിക്കുന്നവർ. മരണത്തിനായിട്ടുള്ള പാവം ഇതൊക്കെ. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. വായിച്ചോ. അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ എന്ത് ചെയ്യുന്നു? ദുരുപദേശമൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരിൽ എന്ത് ചെയ്യുന്നു? പ്രസാദിക്കുന്നു. അതുകൊണ്ട് അതിൽ തങ്ങളോ നാശയോഗ്യരായിരിക്കും, മറ്റുള്ളവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവര് ഇരട്ടിച്ച നരകയോഗ്യരാണ്. നിയമലംഘികൾ എന്ത് ചെയ്യുന്നില്ല? സ്വർഗരാജ്യം അവകാശമാകുന്നില്ല. ഈ രാജ്യത്തിന്റെ നിയമം നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇന്ത്യയുടെ രാജ്യത്തിന്റെ നിയമം നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5:1 മുതൽ 5 വരെ വായിച്ചു. തന്നെത്താൻ എന്ത് ചെയ്തു? സൗരഭ്യവാസനയെ ദൈവത്തിനാണ് ഏൽപ്പിച്ചു കൊടുത്തത്. വായിക്കും. പോലെ സ്നേഹത്തിൽ നടപ്പിൻ. ഇതൊന്നും പേർ പറയുക പോലും അരുത്. വിശുദ്ധന്മാർക്ക് അങ്ങനെയാകുന്നു ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, സ്തോത്രം അത്രേ വേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് ഇതൊന്നും ദൈവമക്കൾക്ക് എന്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ മരണത്തിനപരമായിട്ടുള്ള പാവങ്ങൾ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എങ്ങനെയുള്ള നിൽക്കണം നമ്മൾ? ന്യായപ്രമാണത്തിൽ ചെയ്ത തെറ്റിനൊക്കെ അന്നൊന്നും ദൈവം ശിക്ഷ കൊടുത്തെങ്കിൽ ഇതൊക്കെ ദൈവം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഈ പാവത്തിലേക്ക് വീഴരുത്. റോമർക്ക് എഴുതിയ ലേഖനം 13 ഹല്ലേലൂയ, സ്തോത്രം 1-2 വാക്യങ്ങൾ വായിച്ചാൽ. അധികാരങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം? കീഴടങ്ങണം. ഒരു അധികാരവും ഇല്ലല്ലോ. അപ്പോ ശ്രേഷ്ഠ അധികാരം ഈ നിയമം നമ്മൾ ലംഘിക്കരുത്. നിയമം എന്ത് ചെയ്യണം? ഇടതുവശം ചേർത്ത് വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇടതുവശം ചേർത്ത് തന്നെ എന്ത് ചെയ്യണം? വണ്ടി ഓടിക്കണം. ഇവർ രാജ്യത്തിന്റെ നിയമം കള്ളവോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ കള്ളവോട്ട് എന്ത് ചെയ്യരുത്? ചെയ്യരുത്. മോഷ്ടിക്കരുത് പറഞ്ഞാൽ എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. വായിക്കും. ആകയാൽ ദൈവവ്യവസ്ഥയോടാണ്. അപ്പൊ നമ്മൾ അധികാരത്തെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. 1 തീമോഥെയോസിന്റെ 6:12 മുതൽ വായിച്ചേ. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അപവാദരഹിതനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ എന്തുണ്ട്? പ്രമാണിച്ചുകൊള്ള ഏതൊക്കെ ഉണ്ട്? അന്നേരം പ്രവചനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, അടയാളങ്ങൾ. ഇതൊന്നും നിന്ന് പോയിട്ടില്ല. ബ്രദർക്കാർക്ക് ഇതെല്ലാം എന്ത് ചെയ്തു? അംശമായി മാത്രം നാം അറിയുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോ. ഹല്ലേലൂയ, പൂർണ്ണമായത് എന്താ? പുതിയ നിയമമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമത്തിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? പുതിയ ആകാശം പുതിയ ഭൂമിയും വരുന്നോളം വരെ എന്തുണ്ട്? പ്രവചനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ.
ക്രിസ്തു യേശുവിനെ എങ്ങനെയാന്ന് പറഞ്ഞത്? ക്രിസ്തു യേശുവിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? അഭിഷക്തനാ, പുത്രനാ ദൈവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. 1:15 മുതൽ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ക്രിസ്തു യേശു എന്തിനാ വന്നത്? പാപികളെ രക്ഷിപ്പാൻ. വായിക്കും. ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. ഹല്ലേലൂയ സ്തോത്രം. പാപികളിൽ ഞാൻ ഒന്നാമൻ. വായിക്കും 17 വരെ. എന്നിട്ട് യേശു ക്രിസ്തുവിൻ നിത്യജീവന് വേണ്ടി തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ആമേൻ സ്തോത്രം. എനിക്ക് എന്ത് ചെയ്തു? കരുണ ലഭിച്ചു. മരണത്തിനായിട്ടുള്ള പാവം ആര് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്? കരുണ ലഭിച്ചവർ വീണ്ടും എന്ത് ചെയ്യരുത്? ഈ പാവം ചെയ്യരുത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:1 മുതൽ വായിച്ചാൽ ഒരു തെളിവുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ദുർനടപ്പുണ്ടെന്ന് വെച്ചുകൊള്ളുന്ന പോലും ജാതികളിൽ പോലും കാണാത്ത പാവമാണ് വെച്ചിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടണം. ആരൊക്കെ കൂടണം? നിങ്ങൾ കൂടണം, എന്റെ ആത്മാവ് കൂടണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശക്തിയോടുകൂടെ. കർത്താവിന്റെ യേശുവിന്റെ ശക്തി എന്താ? പിതാവിനോട് വാങ്ങി തന്നല്ലേ? അല്ലെങ്കിൽ ആ സ്തോത്രം. ഞാൻ സകല ജഡത്തിന്മേലും ദൈവത്തിന്. അതെങ്ങനെയാ വന്നത്? പിതാവ് പുത്രനും ഒന്നായി നമ്മളിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. വായിക്കും. എങ്ങനെ? വാക്കിനാലും ക്രിയാലും എന്ത് ചെയ്യണമെന്നാലും എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്? കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് രക്ഷിക്കപ്പെടേണ്ടതിന് യേശുക്രിസ്തുവിന്റെ നാളിൽ, ഇത് പൂർണ്ണമായി വരുമ്പോ യേശുക്രിസ്തുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായിട്ട് എന്ത് ചെയ്യണം? സാത്താനെ ഏൽപ്പിക്കണം. എന്ത് പാവം അത്? മരണകരമായ പാവം. എന്ത് പാവമാണത്? എന്ത് പാവം അത്? മരണകരമായ. അതുകൊണ്ട് അവനെ എന്ത് ഏൽപ്പിക്കണം? ജഡസംഹാരത്തിനായിട്ട് എന്ത് ചെയ്യണം? സാത്താനെ ഏൽപ്പിക്കണം. എന്താ പറ്റി അവനെ അങ്ങനെ ജഡസംഹാരത്തിനെ ഏൽപ്പിക്കാൻ പറഞ്ഞത്? പൗലോസ് അവൻ സ്നാനപ്പെട്ടു അല്ലേ? അവൻ സ്നാനപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവന്റെ പാപങ്ങൾ മോചിച്ചു കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തിട്ടിരിക്കാം? അതുകൊണ്ട് അങ്ങനെയുള്ളവന്റെ അവന്റെ കർത്താവിന്റെ വരവിൽ അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടണം. അവന്റെ ശരീരം എന്താകണം? ജഡസംഹാരത്തിനായിട്ട് എന്ത് ചെയ്യണം? സാത്താനെ ഏൽപ്പിച്ചേക്കണം. അതിന്റെ അസ്തോത്രം. ഇനി 1 തീമോഥെയോസിന് എഴുതിയ ലേഖനം 1:19-20. ആരാ? ഹുമനയോസും അലക്സാണ്ടറും അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇനി പൗലോസ് തന്നെ പറയുന്നത്, ഞാൻ നിഗളിച്ചു പോയി ജഡത്തിൽ ഞാൻ നിഗളിച്ചു പോയിരിക്കാനാണ് ദൈവം എന്നെ കുത്തുവാൻ എന്ത് ചെയ്തു? സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചു. അപ്പൊ നമ്മൾ ആരും നിഗളിച്ചു പോകാതിരിക്കുന്നത് എന്താ? നമുക്ക് ഒരു പരീക്ഷകനെ എന്ത് ചെയ്യും? തരും. യോബിന് എന്ത് ചെയ്തു? അവന്റെ മക്കളെല്ലാം പാവം ചെയ്തു പറഞ്ഞ് എപ്പോഴും അവൻ എന്ത് ചെയ്യും? ഭയപ്പെട്ട് ഇതെല്ലാം കാണിച്ചപ്പോൾ അവന്, അല്ലെങ്കിൽ അവന്റെ ഭയപ്പെട്ട് തന്നെ അവന് എന്ത് ചെയ്തു? കൊടുങ്കാറ്റ് പോലെ വന്നാൽ അവന് ഒരു പരീക്ഷകനെ ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. എന്തിനാ ഈ സാത്താനെ ഏൽപ്പിക്കുന്നത്? നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അപ്പൊ ഈ ജഡത്തിലിരിക്കുന്ന ആത്മാവ് എന്ത് ചെയ്യണം? അകത്ത മനുഷ്യൻ എന്ന് പറയും. ഈ അകത്ത മനുഷ്യൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടണം. എന്നാ കർത്താവിന്റെ വരെ അതുവരെ പൂർണ്ണമായത് വരുന്നവരെ എന്ത് ചെയ്തു? അംശമായത് ഉണ്ട് ഇവിടെ അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ന്യായപ്രമാണം ഇവരെ നമുക്ക് ഈ സാത്താനെ നമ്മളെ കുത്താൻ വേണ്ടി പാപം ചെയ്യുന്നവർക്കെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവർ മാനസാന്തരപ്പെട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ നെഗളിച്ച് പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സാത്താനെ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. 1 കൊരിന്ത്യർക്ക് ലേഖനം 5:9-13 വരെ. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഈ ചെയ്തിട്ട് മരണത്തിനായിട്ടുള്ള പാവങ്ങളൊക്കെ ചെയ്ത കാര്യം പറഞ്ഞത് ഇത് ഈ ലോകത്തിലുള്ളവരോടല്ല, അത്യാഗ്രഹികളോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലോകം വിട്ടു പോകേണ്ടി വരും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഈ ലോകത്തിൽ ഇവരെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളോടാണ് എന്ത് ചെയ്ത്? ഈ വചനം ആർക്കാ തന്നേക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിലോടല്ല അല്ല. വായിക്കും. സഹോദരൻ എന്ന് കണ്ടോ? ഇത് ആരാ പറഞ്ഞിരിക്കുന്നത്? ആരോട് വേർപെട്ടിരിക്കണം എന്നാണ്? സഹോദരൻ എന്ന് വേർപെട്ട. ഇപ്പൊ നമ്മള് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ വായിച്ചല്ലേ?
അവൻ എന്ത് ചെയ്തു? ഏറ്റവും വലിയൊരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യുന്നു? സാത്താനെ ഏൽപ്പിക്കണം. സഹോദരൻ എന്നൊരു വേർപെട്ട ഒരുത്തൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ മദ്യപാനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് നമ്മൾ എന്ത് ചെയ്യരുത്? അത് മാനസാന്തരപ്പെട്ടിട്ട് ഇങ്ങനെ പാവം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ കൂടെ ഇരുത്തരുതെന്ന പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതി പറഞ്ഞു. നിങ്ങൾ സ്തോത്രം 1 കൊരിന്ത്യർക്ക് 2:12 മുതൽ വായിച്ചത്. ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത് പ്രാപിച്ചത്. നമ്മൾ എന്തിന്റെ ആത്മാവിനെയല്ല പ്രാപിച്ചത്? ലോകത്തിന്റെ ആത്മാവുണ്ട്. ആ ലോകത്തിന്റെ ആത്മാവിനെയല്ല നമ്മൾ പ്രാപിച്ചത്, ദൈവത്തിന്റെ ആത്മാവിനെ എത്ര നമ്മൾ പ്രാപിച്ചത്? വായിക്കും. മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന അല്ല, മനുഷ്യജ്ഞാനമാണ് ഏത്? തൃത്വമൊക്കെ എന്ത് ജ്ഞാനമാണ്? മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന ആത്മാവ് ആരാ? ദൈവം ഉപദേശിക്കുന്ന വചനങ്ങളാൽ, ദൈവത്തിന് വായു പുറപ്പെട്ട വചനം, വചനങ്ങളാൽ തന്നെ ആത്മീയ വർധനയ്ക്ക് ആത്മീയന്മാർക്ക് ആത്മീയമായത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുക. ആത്മീയന്മാർക്കാണ് ഇത് തെളിയുള്ളൂ. അല്ലെങ്കിൽ അത്ര അംശമായി മാത്രം നാം അറിയുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. എന്നാ പൂർണ്ണമായത് വരുന്നത്? അല്ലെങ്കിൽ സ്തോത്രം അതുവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് നമുക്ക് അതുവരെ പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, അടയാളങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. വരുവാനുള്ള ദൂരസ്ഥർവ അല്ലെങ്കിൽ സ്തോത്രം ഒരു അംശമായി മാത്രം നാം അറിയുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ബ്രദറക്കാർ പഠിപ്പിക്കുന്നത് വചനം ബൈബിളിക്കലല്ല, തെറ്റാണ്. അല്ലെങ്കിൽ സ്തോത്രം വായിച്ചാട്ടെ 16 വരെ വായിക്കാം. ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല? പ്രാകൃത മനുഷ്യൻ ഈ പ്രകൃതിയുടെ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? ദൈവാത്മാവിന്റെ ഉപദേശം എന്ത് ചെയ്യുന്നില്ല? കൈക്കൊള്ളുന്നത്. ദൈവാത്മാവിന്റെ ഉപദേശം എന്താ? ഇസ്രായേലിനെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. എത്ര ദൈവമുണ്ട്? ആ ദൈവാത്മാവിന്റെ ഉപദേശം ഇവനെന്ത് ചെയ്യുന്നില്ല? ഇവൻ ത്രിയേകനാക്കി. കണ്ടോ? അവൻ കൈക്കൊള്ളുന്നില്ല. പിന്നെ അവനത് എന്താ? ഭോഷത്വമാകുന്നു. ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതാകിയാൽ അവനത് ഗ്രഹിക്കാൻ സാധിക്കില്ല. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാരും വിവേചിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ സ്തോത്രം 1 തീമോഥെയോസിന് എഴുതിയ ലേഖനം 2:5 മുതൽ 1 വായിച്ചത് 7 വരെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനല്ലോ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തേശു തന്നെ. മനുഷ്യനായി വന്നതാണ്. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവരൊക്കെ ഈ ബന്ധക്കോസ്തുകാരുടെ മരണ ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്തോത്രം അവർ കുഴിമാടത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? പ്രസംഗിക്കുന്നുണ്ട്. ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗീയൻ, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ച പോലെ നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കും എന്നൊക്കെ പറയും. അതിനൊക്കെ വായിക്കും. പക്ഷേ ഈ പുത്രൻ ആരാന്ന് എന്ത് ചെയ്യുന്നില്ല? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ടാം മനുഷ്യനാണെന്ന് എന്ത് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ വാക്കുകൊണ്ടുണ്ടാക്കിയ സൃഷ്ടിയാണെന്ന് എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. അല്ലെങ്കിൽ ആ സ്തോത്രം നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ 9 പറഞ്ഞു. ക്രിസ്തുവ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികപ്പവും ഏറിയ ഒരു വലിയ ഒരു കൂടാരത്തിൽ കൂടി മതി. ഈ സൃഷ്ടിയിൽ പെടാത്ത സൃഷ്ടിയാ പുത്രൻ. അല്ലെങ്കിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:15 എന്ന് വെച്ചാൽ ഈ പുത്രൻ ആരാന്നറിയോ? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ ദൈവത്തെ എന്ത് ചെയ്യില്ല? ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ചത്. സത്യദൈവത്തിൽ അവന്റെ പുത്രനായ ക്രിസ്തുവിൽ തന്നെ നാം ആവുന്നു. അവൻ സത്യദൈവവും ദൈവത്തിന്റെ പ്രതിമയവനാ. മനസ്സിലായോ? അവൻ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതൻ. ആദ്യം അവനെയാ സൃഷ്ടിച്ചത്. ജ്ഞാനത്തിൽ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. സർവ സൃഷ്ടിയുടെ ആദ്യം ആരാ? അവൻ മുഖാന്തരം അവനായിട്ടുമാണ് എന്ത് ചെയ്തത്? ദൈവം എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ അപ്പൊ സർവ സൃഷ്ടിയുടെയും ആരംഭം ആരാ? ക്രിസ്തു. സൃഷ്ടിയെ ഇവരെന്താക്കി? സൃഷ്ടാവിനോട് സമമാക്കി. അങ്ങനെ ആക്കാൻ പറ്റുമോ? ദൈവം എന്താ പറഞ്ഞു? എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. അല്ലെങ്കിൽ ആ സ്തോത്രം 1 തീമോഥെയോസിന്റെ 2:5 മുതൽ 7 വരെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനല്ലോ, തക്ക സമയത്ത് ഇത് അറിയിക്കേണ്ടതിന് ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും. ഇത് ഭോഷ്കല്ല, പരമാർത്ഥം പറയുന്നു.
സത്യവും ഉപദേശിക്കുവാൻ ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ എന്നെ നിയമിക്കപ്പെട്ടിരിക്കുന്നു പൗലോസ് പറയാ. എന്നെ ഇവരെ ഫോഷ്കാണോ പഠിപ്പിച്ചത്? അല്ലെങ്കിൽ ആസ്തോത്രം. അപ്പൊ ഫോഷ്കത്തെ എന്ന് തുടങ്ങിയതാ? AD 300 എന്ത് ചെയ്തു? ഫോഷ്ക്ക് തുടങ്ങി. അല്ലെങ്കിൽ ആസ്തോത്രം വിപരീത ഉപദേശം കൊണ്ടുവന്നു. അല്ലെങ്കിൽ ആസ്തോത്രം അംശമായി മാത്രം നാം അറിയുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോ. പൂർണ്ണമായത് വന്നോ? ഇല്ല. ഏതാ പൂർണ്ണമായത്? പുതിയ ആകാശവും പുതിയ ഭൂമിയും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ആ പുതിയ യെരൂശലേം വരുന്നവൻ വരെ എന്താ? അതാണ് പൂർണ്ണമായത്. അത് വരുമ്പോഴാണ് എന്ത് തീരുന്നത്? ഈ അംശമായ ന്യായപ്രമാണമൊക്കെ തീരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 7:12 എബ്രായ ലേഖനം 11 മുതൽ വായിച്ചു. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. വന്നെങ്കിൽ ജനം ന്യായപ്രമാണം പ്രാപിച്ചത് എന്ന് പറയാതെ വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരു ആവശ്യം? എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ല. വേറൊരു ഗോത്രത്തിൽ നിന്നാണ് ഈ പൗരോഹിത്യം എന്ത് ചെയ്തത്? സ്വീകരിച്ചത് ആര്? കർത്താവ്. അല്ലെങ്കിൽ സ്തോത്രം. അത് ആ കർത്താവ് വരുവോളം എന്നുണ്ട്. അതാണ് പൂർണ്ണമായത്. ഇപ്പം 7-ാം അധ്യായം 11 മുതൽ അല്ലെങ്കിൽ സ്തോത്രം 28 വരെ നിങ്ങൾ വീട്ടിലിരുന്ന് വായിച്ചാൽ മനസ്സിലാകും. അനേക പുരോഹിതന്മാർ ഉണ്ടായി. യേശു ക്രിസ്തുവാണ് പൂർണ്ണത. പൂർണ്ണമായ യേശു ക്രിസ്തു വരുന്നിടം വരെ ആർക്ക് കൊടുത്തിരുന്നത്? ലേവ്യ ഗോത്രത്തിനാണ് കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ സ്തോത്രം. യേശു കർത്താവ് വേണ്ട ഒരു ആണ ഇട്ടിട്ടാണ് പറയുന്നത്. ഒന്നാമത്തേനെ നീക്കുവാൻ എന്ത് ചെയ്തു? രണ്ടാമത്തേനെ ആണയോടുകൂടി എന്ത് ചെയ്തു? യേശു കർത്താവിനെ അയച്ചു. അതാണ് പൂർണ്ണത. ആ പൂർണ്ണത വരുമ്പോൾ എന്ത് ചെയ്തു? ഈ അംശമായതൊക്കെ എന്ത് ചെയ്യും? ഈ ന്യായപ്രമാണമൊക്കെ എന്ത് ചെയ്യും? നീങ്ങിപ്പോവും. അതുവരെ എന്തുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. ഈ അംശമായതൊക്കെയും ഉണ്ട്. അല്ലാതെ പൂർണ്ണമായതെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഇവർ പറയുന്നത് ബൈബിൾ അല്ല. ബൈബിൾ കിട്ടിയ ഉടനെ പ്രവചനം, വ്യാഖ്യാനം, വെളിപ്പാട് ഇതെല്ലാം നിന്ന് പോയിട്ടില്ല. എല്ലാം ഉണ്ട്. എന്നുവരെ ഉണ്ടാകും? കർത്താവിന്റെ പ്രത്യക്ഷത വരെ ഹല്ലേലൂയ സ്തോത്രം ഇത് ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ കൂട്ടാനോ കുറയ്ക്കാനോ എന്ത് ചെയ്യില്ല? പാടില്ല. ഈ ദുരുപദേശക്കാരെ വളരെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശുവിന്റെ നാമത്തിൽ ഈ വിശുദ്ധവൽക്കാലം കർത്താവെ അംശമായി മാത്രം നാം അറിയുന്നു, പൂർണ്ണമായി വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. ദൈവത്തിന്റെ വചനത്തെ ഹല്ലേലൂയ തങ്ങൾക്ക് ബോധിച്ചവണ്ണം ഹല്ലേലൂയ സ്തോത്രം കൂട്ടിക്കൊണ്ട് പോയിട്ട് കർത്താവെ ദുരുപദേശത്താൽ അനേകരെ വഞ്ചിച്ചിട്ടിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഒന്നിലധികം ദേവന്മാരെയും ദൈവങ്ങളെയും ആരാധിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഈ ഹല്ലേലൂയ ദുരുപദേശക്കാരുടെ ഇടയിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ നീ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ അവരുടെ ദൈവം വയറ് ഹല്ലേലൂയ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ആകയാൽ കർത്താവെ ഹല്ലേലൂയ സ്തോത്രപ്പ ഈ വചനം കേട്ട ഓരോരുത്തരുടെ പേരും ദൈവത്തിന്റെ കരയിറങ്ങണമേ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്കുണ്ടാകണം. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ദൈവേ പ്രവചനം, വ്യാഖ്യാനം, വെളിപ്പാട്, അന്യഭാഷ അടയാളങ്ങളാൽ കർത്താവെ ഹല്ലേലൂയ സർവശക്തന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു.